മാറ്റിയെടുക്കാനൊരുങ്ങി കേരള ക്രൈസ്തവർ. പ്രതിരോധിക്കാൻ കച്ചകെട്ടി മാധ്യമങ്ങളും. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ രംഗങ്ങളിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ വിവരിക്കാനാകാത്തതാണ്. സമീപകാലങ്ങളിൽ കേരള ചരിത്രത്തെ വേണമെങ്കിൽ ആലങ്കാരികമായി നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന് മുൻപും പിൻപും എന്ന് വിളിക്കാം. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് പരാമർശത്തോട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഭൂരിപക്ഷം മാധ്യമങ്ങളും വലിയ അസഹിഷ്ണുത കാണിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ അത് കേട്ട് അങ്കലാപ്പിലാകുന്നതും നാം കണ്ടതാണ്. സത്യത്തിൽ അത്തരമൊരു പ്രതികരണം ക്രൈസ്തവരുടെ സാമുദായിക ശക്തിയുടെ വലിയ വിജയം തന്നെ ആയിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. അതുവരെ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും തങ്ങളുടെ കൈപ്പിടിയിലാണ്. തങ്ങൾക്ക് ഏതു വിധത്തിലും പൊതുസമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്നായിരുന്നു മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ചിന്ത. ആ മിഥ്യ സങ്കല്പമാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശത്തിലൂടെ തകർത്തെറിയപ്പെട്ടത്. ജനങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലെ വലിയൊരു വിഭാഗത്തിന് മേൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്വാധീനത്തിന് കോട്ടം തട്ടിയെന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര മാധ്യമങ്ങളും അപകടം തിരിച്ചറിഞ്ഞ് ആദ്യം ആക്രമണ മനോഭാവത്തോടെ ക്രൈസ്തവ സമൂഹത്തോട് പ്രതികരിക്കാൻ തുടങ്ങി. ആ പരാജയം എത്ര ആഴത്തിൽ അവരെ ഭയപ്പെടുത്തുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ തുടർന്നുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും നടത്തിയ ആസൂത്രിതമായ നീക്കങ്ങൾ. ആ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ വേണ്ടി കുറവിലങ്ങാട് ഒരു മഠത്തിൽ പാലാ രൂപതയിലെ ഒരു പുരോഹിതൻ വർഗീയ പരാമർശം നടത്തിയെന്ന് കല്ലുവെച്ച നുണ പോലും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അതേസമയം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ തീവ്രവാദ സംഘടന പാലാ ബിഷപ്പ് ഹൗസിന് മുൻപിലെത്തിയ നടത്തിയ പ്രകടനങ്ങളെ കുറിച്ച് ഇതേ മാധ്യമങ്ങൾ മൗനം ഭജിക്കുകയും ചെയ്തു. പക്ഷേ അതിനെതിരെ പ്രതിഷേധിക്കാൻ തൊട്ടടുത്ത ദിവസം ക്രൈസ്തവർ വളരെ സമാധാനപൂർവ്വം പാലായിൽ നടത്തിയ പ്രതിഷേധ സമരത്തെ ക്രൈസ്തവർ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന വിധത്തിലുള്ള ചർച്ചയാക്കി ഇതേ മാധ്യമങ്ങൾ മാറ്റുകയും ചെയ്തു. ഒരു മതവിഭാഗത്തെയല്ല, മറിച്ച് പൊതുസമൂഹത്തിന് ഭീഷണിയായ ഒരു വിഷയമാണ് പിതാവ് ചൂണ്ടിക്കാണിച്ചത്. ആ വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് KCBC ഇറക്കിയ പത്രക്കുറിപ്പിനും വലിയ വാർത്താ പ്രാധാന്യം നൽകാതിരിക്കാൻ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. പിതാവ് ഉയർത്തിയ വിഷയങ്ങളിൽ ചർച്ചകളും അന്വേഷണങ്ങളും വേണമെന്ന ആവശ്യവുമായി ക്രൈസ്തവർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചും ദേശീയ മാധ്യമങ്ങൾ പോലും പ്രധാന വാർത്തയാക്കിയപ്പോൾ ദീപികയും ഷെക്കേന ന്യൂസും ഒഴികെയുള്ള കേരളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും അക്കാര്യം വാർത്തയാക്കാതെ മനഃപൂർവ്വം മുക്കിക്കളഞ്ഞു. പാലാ പിതാവ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഗൗരവകരമായ ചർച്ചകളൊന്നും നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇരുവിഭാഗങ്ങളെയും പ്രകോപിപ്പിച്ച് തമ്മിൽ തല്ലിക്കാൻ ശ്രമിച്ച മുഖ്യധാര മാധ്യമങ്ങൾ പോലുമുണ്ട് നമ്മുടെ കേരളത്തിൽ. പാലാ ബിഷപ്പ് തന്റെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ദൃശ്യമാധ്യമങ്ങൾ സമൂഹത്തിന് ഇനിയൊരു അനിവാര്യതയല്ല എന്നും സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ വാർത്താ പോർട്ടലുകളുമാണ് സത്യമറിയാൻ കൂടുതൽ നല്ലത് എന്നുമുള്ള പൊതുബോധം രൂപപ്പെടുകയും ചെയ്തതോടുകൂടി കാലങ്ങളായി കേരളത്തിലെ പൊതുജനത്തെ കളിപ്പാവകളാക്കി നിർത്തിയിരുന്ന മുഖ്യധാര മാധ്യമങ്ങൾ അപകടം തിരിച്ചറിഞ്ഞ് തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകാൻ തുടങ്ങി. പതിയെ പതിയെ തങ്ങളുടെ നിലപാടുകൾ മയപ്പെടുത്തിയ അവർ പിന്നീട് ആ വിഷയത്തെ വേണ്ടെന്ന് വെച്ചു. ഇതാണ് കഴിഞ്ഞ ഒരു മാസത്തെ കേരള ചരിത്രമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്തായാലും ക്രൈസ്തവ സമൂഹം ജനസംഖ്യയിൽ വളരെ ന്യൂനപക്ഷമായിരുന്നാലും സംഘടിച്ചു നിന്നാൽ കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള സമൂഹമാണ് എന്ന് തെളിയിച്ച ഒരു മാസമാണ് കടന്നുപോയത്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ക്രൈസ്തവർക്കെതിരെ നിലപാടെടുത്തിരുന്ന മാധ്യമങ്ങളും അവസരം മുതലെടുത്ത് കുളം കലക്കി മീനിനെ പിടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും തൽക്കാലത്തേക്കെങ്കിലും മാളത്തിൽ കയറി ഒളിച്ചു. മറ്റു സമുദായങ്ങളിലെ പല സംഘടനകളും അനേകം വർഷങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന പല വിഷയങ്ങളും ദേശീയ തലത്തിൽ പോലും ചർച്ചയാക്കാൻ ക്രൈസ്തവർ മുന്നിട്ടിറങ്ങിയപ്പോൾ കഴിഞ്ഞു എന്നതാണ് സത്യം. ആനയ്ക്ക് ആനയുടെ വലിപ്പത്തെക്കുറിച്ച് ബോധമില്ലാത്തതുപോലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു മാസം മുൻപ് വരെ തങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള വലിയ ശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല. ഒപ്പം അവർക്ക് മാത്രം ചെയ്തു തീർക്കാൻ കഴിയുന്ന
ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ ദൗത്യത്തെക്കുറിച്ചും അവർ അജ്ഞരായിരുന്നു. കല്ലറങ്ങാട്ട് പിതാവിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തോടെ കേരളത്തിൽ വ്യാപിച്ചിട്ടുള്ള കാലത്തിന് അനുസൃതമായി ചില മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചില്ലെങ്കിൽ അപകടമാണ് എന്ന പൊതുബോധം തൽക്കാലം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിലും ഭാവിയിൽ ദേശീയ തലത്തിലേക്കും വ്യാപിച്ചു തുടങ്ങുക തന്നെ ചെയ്യുമെന്ന ഉറപ്പാണ്. ഏത് വിഷയത്തെയും വിവാദമാക്കി അതിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് സെൻസേഷണൽ മീഡിയ കൾച്ചർ വളർത്തുന്ന മാധ്യമങ്ങൾ ഇനിയെങ്കിലും മാധ്യമ ധർമ്മം എന്താണെന്ന് പഠിച്ചാൽ അവർക്ക് നല്ലത്. അല്ലെങ്കിൽ അവരുടെ സ്ഥാനം സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും അധികം വൈകാതെ അപഹരിക്കുമെന്നത് നാർക്കോട്ടിക് ജിഹാദ് വിവാദം പഠിപ്പിച്ച പാഠം തന്നെയാണ്. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണ്ട മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മാധ്യമങ്ങളെ നിർത്തേണ്ട പരിധിയിൽ നിർത്തി മുന്നേറാൻ ഇനിയും ക്രൈസ്തവ സമൂഹത്തിന് കഴിയട്ടെ.